പാതി പൊട്ടിയ മതിക്കുപ്പി മാലതിയുടെ കഴുത്തിൽ നേരെ പിടിച്ചുകൊണ്ട് അയാളൊരു ഭ്രാന്തനെ പോലെ അലറി. അപ്പോഴും അയാളുടെ ഒരു കൈ മാലതിയുടെ കഴുത്തിൽ പിടുത്തമിട്ടിരുന്നു. അപ്പോഴാണ് പാതി തുറന്നു വെച്ച വാതിലിലൂടെ ഹരി അകത്തേക്ക് കയറി ചെന്നത്. കയ്യിലേക്ക് അവർ മേശപ്പുറത്ത് വെച്ച് അമ്മ എന്ന് വിളിച്ച് തിരിഞ്ഞതും അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. അമ്മയുടെ കഴുത്തിന് നേരെ കുപ്പിയുടെ കൂർത്ത ഭാഗം അമർത്താൻ ശ്രമിക്കുന്ന അച്ഛൻ. ശരവേഗത്തിൽ പാഞ്ഞുപോയവൻ അച്ഛന് ഒരു തള്ളായിരുന്നു. അമ്മ, ഈ വെള്ളം കുടിക്കേ. ഹരി ജഗ്ഗിലെ വെള്ളം മാലതിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മാലതി ഒരു തളർച്ചയോടെ കണ്ണുകൾ അടച്ചിരുന്നു. അപ്പുറത്തുനിന്ന് ഒരു ഞരക്കം കേട്ടതും ഹരിയും മാലതിയും ഒരേപോലെ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ഹരിയുടെ നെഞ്ച് പൊട്ടി തൊണ്ട വരണ്ട്. മാലതി ഓടിച്ചെന്ന് അയാളുടെ തല മടിയിലേക്ക് എടുത്തു വെച്ചിരുന്നു. അമ്മ, ഞാൻ. ഹരി രണ്ടു കൈയിലേക്കും മാറി മാറി നോക്കി അലറിക്കരഞ്ഞു. ഹരി അച്ഛനെ കോരിയെടുത്ത് ഹോസ്പിറ്റൽ ലക്ഷ്യം വെച്ച് കുതിച്ചു. സോറി ഹരിനാരായണൻ, അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ. ഡോക്ടർ അത് പറഞ്ഞതും ചുമരും ചാരി നിന്ന ഹരി ഒരു തളർച്ചയോടെ താഴേക്ക് ഊർന്നുപോയി. അമ്മ, ഞാൻ അറിയാതെ. മാലതിയുടെ അവസ്ഥയെ മറിച്ചല്ലായിരുന്നു. കരയാൻ പോലും കഴിയാതെ കണ്ണുനീര് വറ്റിപ്പോയിരുന്നു. വീട്ടിലിടക്കൊക്കെ വഴക്കാണ്. ഉള്ളിലെ മദ്യമാണ് അച്ഛനെ പലപ്പോഴും മറ്റൊരാളാക്കുന്നത്. കുടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും അച്ഛൻ കേൾക്കില്ല. ഓർമ്മകൾ ഉമിത്തി പോലെ അവനിൽ എരിഞ്ഞുകൊണ്ടിരുന്നു. അല്പസമയത്തിനകം പോലീസ് എത്തി. സർ, ഞാൻ എൻ്റെ അച്ഛനെ കൊന്ന് ഈ കൈ കൊണ്ട് തള്ളിയിട്ടിട്ടാ എൻ്റെ അച്ഛൻ മരിച്ചത്. സമനില തെറ്റിയവനെ പോലെ ഹരി വിളിച്ചു കൂവി. ഓനെ ഹരി. മാലതിയുടെ തളർച്ചയോടെയുള്ള വിളി കേട്ടതും ഹരി അമ്മയുടെ അടുത്തേക്ക് ഓടി. മാലതിയുടെ കൈകൾ അവൻ വാരിയെടുത്തു. അമ്മയ്ക്ക് എന്നെ അടിക്കണം തോന്നില്ലേ? എന്നെ കൊല്ലാൻ തോന്നില്ലേ? നമ്മുടെ അച്ഛനെ ഞാൻ കൊന്നില്ലേ അമ്മ? ഹരി മാലതിയുടെ മടിയിൽ മുഖം പൊഴുത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഹരിനാരായണ. മുട്ടുകാലിൽ തലവെച്ച് കിടന്ന ഹരി മെല്ലെ തല ഉയർത്തി നോക്കി. തനിക്കൊരു വിസിറ്ററുണ്ട്. ജയിൽ വാർഡൻ വന്ന് പറഞ്ഞതും എനിക്ക് ആരെയും കാണണ്ടെന്ന് ഹരി ഞൊടിയിടയിൽ മറുപടി കൊടുത്തു. അത് പറഞ്ഞാൽ പറ്റില്ല, അയാൾ നിന്നെ കണ്ടിട്ട് പോകുന്ന വാശിയില്ല. ഹരി എഴുന്നേറ്റ് അയാൾക്ക് പിന്നാലെ നടന്നു. കാലൊക്കെ വല്ലാതെ തളരുന്നുണ്ട്. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൻ ആശിച്ചു പോയി. അപ്പോഴും അമ്മയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ് അവൻ്റെ ഉള്ള നിറയെ. അച്ഛൻ്റെ ഓർമ്മകൾ അവൻ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വാസുമാമ, എൻ്റെ ശ്രീമോളുടെ അച്ഛൻ. ഹരി അവർക്ക് മുമ്പിൽ തലകുനിച്ച് നിന്നു. കണ്ണുകൾ പുഴ പോലെ ഒഴുകിക്കൊണ്ടേയിരുന്നു. എത്രയൊക്കെ അച്ഛൻ മറക്കാൻ ശ്രമിക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയായി ഓർമ്മകൾ അവനെ മാടി വിളിക്കി. മാമൻ വിളിച്ചപ്പോൾ അവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ വന്നത് വൈകക്ക് വേറെ ആലോചന വന്നിട്ടുണ്ട്. അച്ഛനെ കൊന്ന ഒരു മകന് എൻ്റെ മോളെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതും തിരികെ തരണം. വിവാഹ നിശ്ചയത്തിന് നീ അവിടെ വിരലണിയിച്ച ഈ മോതിരം ഇതിനി എൻ്റെ മോൾക്ക് വേണ്ട. എൻ്റെ മോളുടെ ഭാവി നശിപ്പിക്കാൻ അച്ഛനെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ നീ എന്നിവിടുന്ന് പുറത്തിറങ്ങും. ഇറങ്ങിയാൽ തന്നെ നീ ഒരു കൊലയാളിയാ, സ്വന്തം അച്ഛനെ കൊന്ന കൊലയാളി. എന്തുകൊണ്ടും നിന്നേക്കാൾ യോഗ്യനായ ഒരാളെ തന്നെ എൻ്റെ മോൾക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയും മൂർച്ചയേറിയ വാക്കുകൾ അവർ നേരെ തൊടുത്തു വിട്ടുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു. മാമനിൽ നിന്നും കേട്ട വാക്കുകൾ കർണപടം തുളച്ചു കയറി തലച്ചോറിനെ പ്രകമ്പനം കൊള്ളിച്ച് ഒരു നോവായി ശരീരമാകെ പടർന്നു പിടിച്ചിരുന്നു. അവളൊരിക്കലും എന്നെ വിട്ടു പോവില്ല. ഹരിയുടെ ചുണ്ടുകൾ വിതുമ്പി. കൈവെള്ളയിൽ മാമൻ തിരികെ വെച്ച ആ മോതിരത്തിലേക്ക് ഹരിയുടെ കണ്ണുനീർ ഇറ്റിറ്റ് വീണു. കണ്ണിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു ഉപ്പുചാൽ ഒഴുകി. എൻ്റെ ശ്രീമോൾ ആരുടെ കൂടെയെങ്കിലും അവൾ സുഖമായിട്ട് ജീവിക്കട്ടെ. അവളുടെ സന്തോഷം നിറഞ്ഞ പുഞ്ചിരി ഉണ്ടാമതി എനിക്ക്. ഈ അച്ഛനെ കൊന്നവന് അവൾക്ക് ചേരില്ല. എൻ്റെ ശ്രീമോൾ, അവൾ പാവം. ഹരി വിതുമ്പിക്കൊണ്ടൊരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി. അച്ഛ, എനിക്ക് ഹരിയേട്ടനെ മറക്കാനോ വെറുക്കാനോ കഴിയില്ല. അച്ഛനറിയാലോ, ഹരിയേട്ടൻ്റെ അമ്മയെ രക്ഷിക്കുന്നതിനിടയിൽ അറിയാതെ പറ്റിപ്പോയതാ. എന്നിട്ടും അച്ഛനെന്താ ഏട്ടനെ മനസ്സിലാക്കാത്തത്? അച്ഛൻ ഇവിടുന്ന് മോതിരം എടുത്തോ? ഞാൻ കുളിക്കാൻ പോയപ്പോൾ വെച്ചിരുന്നാണല്ലോ. ഉച്ച മുതൽ നോക്കാൻ തുടങ്ങിയതാ ഞാൻ. പിടക്കുന്ന കണ്ണുകളോടെ വൈക ചുറ്റും നോക്കി. മോളെ, ഇനി നീ അവൻ്റെ പേര് മിണ്ടരുത്. ആ മോതിരം ഞാൻ ഹരിനാരായണൻ്റെ കയ്യിൽ തന്നെ തിരികെ കൊടുത്തു. അച്ഛൻ, എനിക്ക് ഹരിയേട്ടനില്ലാതെ ഒരു ജീവിതം ഉണ്ടാവില്ല. കുഞ്ഞുനാൾ മുതൽ നിങ്ങളെല്ലാവരും കൂടി വൈക ഹരിക്കുള്ളാണെന്ന് പറഞ്ഞു വെച്ചല്ലേ. പിന്നെ എപ്പോഴും ഹരിയേട്ടനെ ഞാനെൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചു. ഇനി അടർത്തി മാറ്റാൻ എനിക്ക് കഴിയില്ല അച്ഛ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീണു. മോളെ, ഈ കഞ്ഞി കുടിക്ക്. എത്ര ദിവസം എൻ്റെ മോള് തുള്ളി വെള്ളമിറക്കിയിട്ട്. എനിക്ക് വേണ്ടമ്മേ, എനിക്ക് മാലതി ആൻറ്റി ഒന്ന് കാണണം. മോളെ, അത് വേണ്ട. അച്ഛൻ അറിഞ്ഞാൽ പിന്നെ അത് മതിയാവും. അമ്മ എന്തു പറഞ്ഞാലും എനിക്ക് ആൻറ്റിയെ കാണണം. അച്ഛൻ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ അമ്മ. അത് പറയുമ്പോഴും അവളുടെ ശബ്ദമല്ലാതെ ഇടറിപ്പോയിരുന്നു.
വൈക കരഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിലേക്ക് വീണു. ആ മാതൃഹൃദയവും വല്ലാതെ തേങ്ങി. രാവും പകലും മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. മാലതി അത് അറിയാറേയില്ല. വിശപ്പും ദാഹു എന്നോ ചത്തുപോയിരുന്നു. ഇരുന്നിടത്ത് അങ്ങനെ ഇരിക്കും. വയറുവല്ലാതെ കത്തുമ്പോൾ മാത്രം ഇത്തിരി കഞ്ഞി വയ്ക്കും. നാവ് രുചിയറിഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി. ആരോ പുറത്തു വന്നറിഞ്ഞതും മാലതി കണ്ണുകൾ അങ്ങോട്ട് പായിച്ചു. ശ്രീമോളെ കണ്ടതും മാലതി അവളെ കെട്ടിപ്പിടിച്ചു. എൻ്റെ മോള് വന്നൂലോ. കല്യാണം വിളിക്കാൻ വന്നാണോ? സിന്ധുവിനെ നോക്കിയാണോ ചോദിച്ചു. കുട്ടി സന്തോഷമായിട്ടിരിക്കണം. എൻ്റെ ഹരിക്കും അതാ ഇഷ്ടം. മോൾ അച്ഛൻ പറയുന്ന കേൾക്കണം. ഹരിയെ മറന്നേക്ക് എൻ്റെ കുട്ടി. ആന്റി എന്ന് വിളിച്ചുകൊണ്ട് വൈകാലറി. സിന്ധു, നീ വേണം ശ്രീമോളെ പറഞ്ഞു മനസ്സിലാക്കാൻ. മൗനമായി സിന്ധു കരയുകയാണെന്ന് മാലതിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ എൻ്റെ മോൾക്ക് ഹരിയെ മറക്കാൻ പറ്റുമോ മാലു? ചോദിക്കുന്നതിനോടൊപ്പം സിന്ധുവിൻ്റെ തൊണ്ടയിടറിപ്പോയിരുന്നു. ആൻറ്റി ഒന്ന് പറ അച്ഛനോ. ഹരിയേട്ടന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തിരുന്നോളാം. അവൾ കരഞ്ഞുകൊണ്ട് മാലതിയുടെ തോളിലേക്ക് വീണു. മോളെ, നീ അച്ഛൻ പറഞ്ഞ് കേൾക്കണം. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതൊക്കെ മാറും. എൻ്റെ മോനെപ്പോലൊരു കൊലയാളിയെ എൻ്റെ ശ്രീമോൾക്ക് വേണ്ട. നോ ആൻറ്റി കൂടി എൻ്റെ ശ്രീനെ കൊലയാളിയാക്കല്ലേ. താഴെ മോനിന് മേൽ എൻ്റെ മോളുടെ നിഴൽ വെട്ടത്ത് പോലും വരരുത്. വാസുദേവൻ്റെ വാക്ക് മാലതി ചെവി കൊട്ടിയടച്ചു. ശ്രീമോളെ എന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ലല്ലോ ദേവിയെ. മാലതി പൊട്ടിക്കരഞ്ഞുപോയി. മോളെ, ആൻറ്റിക്ക് എന്താ ചെയ്യാൻ കഴിയാൻ? മോള് വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സിന്ധു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. ഒരു തളർച്ചയോടെ പോകുന്ന ശ്രീമോളെ കണ്ടതും മാലതി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ഇല്ല അമ്മ, എനിക്ക് ഹരിയാട്ടില്ലാതെ എനിക്ക് പറ്റില്ല. മാസങ്ങൾക്കിപ്പുറം കവലയിലേക്കുള്ള അവസാന ബസ്സിൽ നിന്നും വന്നിറങ്ങിയ ഹരി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അച്ഛൻ്റെ കൈ പിടിച്ച് ഓടി നടന്ന കുട്ടിക്കാലം. അവിടെയുള്ള ഓരോ പുൽക്കുടിക്ക് പോലും അച്ഛൻ്റെ മണമാണ്. വീട്ടിലേക്ക് പോകണം. അമ്മ ഉറങ്ങിക്കാണും. അതോ ഈ മോൻ കാരണം ഉറക്കമൊരു സ്വപ്നം മാത്രമായോ? ഹരി അവിടുന്ന് മെല്ലെ എഴുന്നേറ്റ് കൂരാക്കൂരിട്ടിലായ ഇടവഴിയിലൂടെ ഓരോ അടി മുമ്പോട്ട് പറിച്ചു വെക്കുമ്പോഴും മനസ്സാകെ ഉഴുതു മറിയുന്നുണ്ട്. ഹരി! പുറകിൽ നിന്ന് ആരോ വിളിച്ചു. അവൻ തിരിഞ്ഞു നോക്കി. ഇല്ല, ആരുമില്ല. വെറും തോന്നലാണ്. അച്ഛൻ്റെ ഓർമ്മകൾ അവൻ്റെ ഉള്ളിൽ നീട്ടിക്കൊണ്ടിരുന്നു. ദൂരെ നിന്നേ കാണാമായിരുന്നു ഒരു ചിമ്മിനി വിളക്കിൻ്റെ ഇത്തിരിവട്ടം. അമ്മ ഉറങ്ങിയില്ലേ? അതോ ആ വെളിച്ചം എന്തെങ്കിലും വരുന്ന ഈ മോന് വേണ്ടിയാണോ? അമ്മയെന്ന പകരമില്ലാത്ത സ്നേഹം അണയുന്നവരെ ആ വെളിച്ചവും അവിടെയുണ്ടാവും. ആ വെളിച്ചം എന്ന് അണയുന്നുവോ അന്നാണ് ജീവിതത്തിൽ ആദ്യമായി ഇരുട്ടിനെ ഭയന്ന് തുടങ്ങുന്നത്. ഈ ലോകം തന്നെ ഇരുട്ടിലേക്ക് കൂപ്പുകുത്തുമെന്ന പോൽ വല്ലാത്തൊരു ഭയം തോന്നിയേക്കാം. വീടെത്തിയതും ഹരി എന്തൊക്കെയോ പൊതിഞ്ഞു പിടിച്ചു. അച്ഛൻ്റെ ഓർമ്മകൾ അവനെ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചു. ഹരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മുറ്റത്ത് മുട്ടുകുത്തിയിരുന്നു. വിറക്കുന്ന കൈകളെ അവനൊന്നുകൂടെ നോക്കി. മാപ്പ് ചോദിക്കാൻ അർഹതയുണ്ടോ അച്ഛ? ക്ഷമിക്കല്ലേ ഈ പാപിയായ മോനോട്. ഓർക്കുന്തോറും അവനെ കണ്ണങ്ങനെ നിറഞ്ഞു തുളുമ്പി. അമ്മ എന്നവൻ ഉറക്കെ വിളിച്ചു. രാത്രിയുടെ 3 യാമങ്ങളിലും ഉറക്കമില്ലാതെ കിടക്കുന്ന മാലതി ചെവിയൊന്ന് കൂർപ്പിച്ചു. അമ്മ! വീണ്ടും ആ വിളി അവരെ തൊട്ടുണർത്തി. പിന്നീട് അങ്ങോട്ട് മാലതി പറക്കുകയായിരുന്നു. ഹരി മോനെ! ഒരു നിമിഷം അവിടെ നിശബ്ദ തളം കെട്ടി. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഹരി അമ്മയെ കെട്ടിപ്പിടിച്ചു. മാലതി അവൻ്റെ മുഖം കോരി കൈക്കുമ്പിളിലാക്കി വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൻ്റെ മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി. മാലതി വേഗം അടുക്കളയിലേക്ക് ഓടി. കലത്തിൻ്റെ അടിയിൽ ഇത്തിരി കഞ്ഞിരിപ്പുണ്ടായിരുന്നു. കൈകൊണ്ട് തന്നെ വറ്റുമാത്രം കോരിയെടുത്തു. ബാക്കി വന്ന മുളക് പൊട്ടിച്ചമെടുത്ത് ഹരിക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. കണ്ണിമ ചിമ്മാതെ ഹരി അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അമ്മ കൊടുക്കുന്ന ഓരോരുള്ള കഴിക്കുമ്പോഴും കണ്ണുനീരിൻ്റെ ഉപ്പുരസവും കൂടി കലർന്നിരുന്നു. എത്ര വർഷത്തെ പരിഭവമാണ് ആ കണ്ണുകൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. അമ്മ, ശ്രീമോൾക്ക് സുഖമാണോ? നമുക്ക് രാവിലെ ശ്രീമോളെ കാണാൻ പോകണ്ടേ? മാലതി മൂളിയതേയുള്ളൂ. മാലതി ഹരിയുടെ തോളിലേക്ക് തലയാഴ്ച കിടന്നു. ഹരി, നമുക്കൊരിടം വരെ പോകണം. ആദ്യം ശ്രീമോളെ കാണാൻ പോണം അമ്മ. എന്നിട്ട് അമ്മ വിളിക്കുന്ന എവിടെ വേണമെങ്കിലും ഞാൻ അമ്മയുടെ കൂടെ വരാം. മാലതി ഹരിയുടെ കൈ പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. അമ്മ, ഈ നേരത്തെ ഇങ്ങോട്ടാ? ഹരി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. ഈ നേരത്തോ? മാലതിയൊന്നും മിണ്ടിയില്ല. ഹരിയുടെ കൈ പിടിച്ച് നടന്നു. അമ്മ, എന്തിനാ മാമൻ്റെ വീട്ടിലേക്ക്? മാലതി ഹരിയുടെ കൈ പിടിച്ചുകൊണ്ട് വീടിൻ്റെ പിന്നാമ്പുറം വഴി പാഞ്ഞു. ഒരു മൺകൂനയുടെ അടുത്തെത്തിയപ്പോൾ മാലതി കിതപ്പോടെ നിന്നു. ദേ ഇവിടെ നമ്മുടെ ശ്രീമോള്. മാലതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മണ്ണിലേക്കിരുന്നു. ഹരിയേട്ടാ! എന്തോ? പിന്നെ
പിന്നില്ലേ നമുക്കിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ പ്രണയിച്ചുകൊണ്ടേയിരിക്കണം. ഹരിയുടെ നെഞ്ചിൽ മുഖം പൊഴുത്തിക്കൊണ്ട് അവളൊരു കൊഞ്ചലോടെ പറഞ്ഞു. അതിനെന്താ ശ്രീമോളെ, പ്രണയിക്കാലോ. അല്ല ഹരിയേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുണ്ടാവില്ലേ? അപ്പോഴും നമ്മളിതുപോലെ പ്രണയിക്കോ? ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അത് പറഞ്ഞുകൊണ്ട് ഹരി അവൾ ഇറുകെ പുണർന്നു. ഹരിയേട്ടാ, എനിക്ക് ഒരുപാട് കാലം ഇങ്ങനെ പ്രണയിച്ചിങ്ങനെ ജീവിക്കണം. പക്ഷെ ഹരിയേട്ടാ, നമുക്ക് വയസ്സാവില്ലേ? അപ്പോൾ നമ്മൾ മരിക്കില്ലേ? എൻ്റെ പൊന്നു ശ്രീമോള്, ദൈവം വന്ന് ചോദിച്ചാൽ നമുക്ക് കാലാവധി നീട്ടി ചോദിക്കാടി. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുമിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്നിട്ട് അറ്റമില്ലാത്ത ആകാശത്തോളം നമുക്ക് പ്രണയിക്കാടി. ഹരി പറഞ്ഞത് സമ്മതമെന്നോണം അവൾ ഹരിയുടെ താടി രോമങ്ങളിൽ പിടിച്ചൊന്ന് നോവിച്ച്. എന്തിനാ എൻ്റെ വൈകക്കുട്ടിയുടെ വാരിട്ടെഴുതിയ മാൻമൊഴികൾ ഇങ്ങനെ നിറയുന്നു? ഹരിയേട്ടാ, എല്ലാവരും എന്നെ വൈകാന്ന് വിളിച്ചോട്ടെ, പക്ഷെ എൻ്റെ ഹരിയേട്ടൻ മാത്രം ഇങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ചുണ്ടുകൂർപ്പിച്ച് പറയുന്ന അവളെ ഹരി വാത്സല്യത്തോടെ ഒന്ന് ചുംബിച്ച്. ശ്രീ എന്ന് വിളിച്ചുകൊണ്ട് ഹരി അവളുടെ കാതോരെ മിക്കിളി കൂട്ടി. ശ്രീമോളെ, നീ എന്നും എൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ ഈ ഹരിനാരായണൻ ഒരു ഭ്രാന്തനായി പോവും പെണ്ണേ. ഡോണ്ടു അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. അവളത് പറഞ്ഞു. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഞാനും എൻ്റെ കുട്ടിയെ തള്ളി പറഞ്ഞില്ലേ, നെഞ്ച് പൊട്ടിയല്ലേ എൻ്റെ ശ്രീമോള് പോയത്. ഞാനൊന്ന് ചേർത്ത് പിടിച്ച് കൂടെ കൂട്ടിയിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പോൾ ജീവനോട്. മാലതിയിൽ നിന്നും വാക്കുകൾ മുറിഞ്ഞ് തെറിച്ചു പോയി. മുടി കോരിത്തു വലിച്ച് ഹരി വാവിട്ട് കരഞ്ഞു. ഒരു ഭ്രാന്തനെ പോലെ നനുത്താ മൺകൂനക്ക് മുകളിൽ മുട്ടുകുത്തിയിരുന്നുണ്ട് ഹരി മണ്ണ് മാന്താൻ തുടങ്ങി. ഹരി എന്ന് വിളിച്ചുകൊണ്ട് മാലതി അവൻ്റെ കൈ പിടിച്ചു വെച്ചു. അമ്മ, ഞാൻ എൻ്റെ ശ്രീമോളൊന്ന് കണ്ടോട്ടെ അമ്മ. ഇപ്പൊ കാണാൻ എനിക്ക് എൻ്റെ ശ്രീമോളെ, പ്ലീസ് അമ്മ, അല്ലെങ്കിൽ ഞാനും നെഞ്ചുപൊട്ടി മരിച്ചു പോകും. പ്ലീസ് അമ്മ. ഹരിയുടെ വാക്കുകൾ നന്നേ തളർന്നു പോയിരുന്നു. മാലതി അവനെ ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിൽ കിടന്ന് ആർത്താർത്ത് കരഞ്ഞുകൊണ്ടിരുന്നവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ഹരി എങ്ങനെയാ മരിച്ചു മുത്തശ്ശി? അപ്പൊ വൈകാന്റിയുടെ വിവാഹം മറ്റാങ്കിലോട്ട് കഴിഞ്ഞിരുന്നോ? കൊച്ചുമോളുടെ ചോദ്യത്തിന് മുമ്പിൽ സിന്ധു കണ്ണുകൾ ഇറുകെ അടച്ചു. ഞെരിഞ്ഞമർന്നുകൊണ്ട് കണ്ണുനീർ തുള്ളികൾ കവിളിനെ പൊള്ളിച്ചുകൊണ്ട് ഊർന്നു വീണു. വൈകയുടെ അനിയൻ വൈശാഖിന്റെ മക്കൾ വീണ്ടും സിദ്ധുവിന് നേരെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. മോളെ, എഴുന്നേറ്റ് കുളിച്ചേ. വൈകയുടെ റൂമിലെ മേശപ്പുറത്ത് ഓരോ സാധനങ്ങൾ ഒതുക്കിക്കൊണ്ട് സിന്ധു അവളെ വിളിച്ചുകൊണ്ടിരുന്നു. മോളെ, ഇന്ന് കല്യാണം ഒന്നല്ലല്ലോ, വെറും നിശ്ചയം മാത്രമല്ലേ. കല്യാണത്തിന് ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടല്ലോ. അതിനിടയ്ക്ക് നമുക്ക് ഹരിയെ പോയി കാണണം. ഇന്നത്തെ ദിവസം അച്ഛന് മുമ്പിൽ നമ്മൾ നിന്നുകൊടുത്തേ പറ്റൂ. സിന്ധു എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിയിരുന്നു. എന്തൊരു ഉറക്കാണ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സിന്ധു അവളുടെ മുഖത്തു നിന്നും പുതപ്പ് മാറ്റി. ഹരിയുടെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് പുഞ്ചിരിച്ച് കിടക്കുന്നവളെ കണ്ടതും സിന്ധുവിൻ്റെ ഉള്ളം വല്ലാതെ പൊള്ളി. സിന്ധു ആ ഫോട്ടോ മേലെ എടുത്തു മാറ്റാൻ നോക്കിയതും വൈകയുടെ തണുത്തു മരവിച്ച ആ കൈകൾ പിടിച്ചുകൊണ്ട് മോളെയെന്ന് അലറി വിളിച്ചുകൊണ്ട് സിന്ധു അലറിക്കരഞ്ഞു. ഹരിക്ക് ഓരോന്നോരോന്നായി ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഒരു ദിവസം മാലതിയും ഈ ലോകത്തിൽ നിന്നും മാഞ്ഞുപോയി. എൻ്റെ മോളെ വൈകയെ ഭ്രാന്തമായി സ്നേഹിച്ചതിൻ്റെ പേരിൽ ഹരി പിന്നീട് അങ്ങോട്ട് ആ ലോകത്തായിരുന്നു. ആൾക്കൂട്ടങ്ങൾ അവൻ വൈകിയെ തിരയാൻ തുടങ്ങി. ദിവസങ്ങൾ പോകവെ അവനിൽ ഭ്രാന്ത് പൂക്കാൻ തുടങ്ങി. അവൻ്റെ കയ്യിലൊരു കളിപ്പാവയുണ്ടായിരുന്നു. അതിനെ കുളിപ്പിച്ചും കണ്ണെഴുതിയും പൊട്ടുകുത്തി ഒരുക്കി അങ്ങനെ കൊണ്ടു നടക്കും. ഇടക്കൊക്കെ ശ്രീമോളെ എന്ന് വിളിച്ചുകൊണ്ട് അതിനെ കൊഞ്ചിക്കുന്നതും കാണും. കുറച്ചു കാലം അതായിരുന്നു അവൻ്റെ ലോകം. അവസാനം എൻ്റെ ഹരിയും പോയി. എൻ്റെ മോള് കിടക്കുന്ന ആ മണ്ണിന് മുകളിൽ തന്നെ അവനും അവസാനം ശ്വാസം പൊഴിച്ചു. പണ്ടെങ്കിലും ഇല്ലാത്തൊരു ചിരിയ ഈ മാലയിട്ട ഫോട്ടോകൾക്കിപ്പോൾ. ഹരിയും കൂടെ ചേർന്നുണ്ടാവും എൻ്റെ മോളിങ്ങനെ ചിരിച്ച് കാണുന്നു. അവരിപ്പോൾ പ്രണയിക്കുന്നുണ്ടാവും അവരുടേതായ ലോകത്ത്. അവരും പാറി പറക്കുന്നുണ്ടാവും. അവരങ്ങനെ പാറി പറക്കട്ടെ. സിന്ധു മൂവരുടെയും മാലയിട്ട ഫോട്ടോയിലൊന്ന് വിരലോടിച്ച്. മാലതി, ഹരി, വൈക. കണ്ണുനീരിൻ്റെ തുള്ളിത്തുളുമ്പൽ എല്ലാത്തിനും വല്ലാത്ത മങ്ങലാണിപ്പോൾ. കുറച്ചകലം പാലിച്ചുകൊണ്ട് വേറൊരാളുടെ ഫോട്ടോയും കൂടി ആ ചുമരിൽ തൂങ്ങിയിരുന്നു. വാസുദേവന്റെ. ഇടതടവില്ലാതെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ തടുക്കാൻ സിന്ധു വല്ലാതെ പാടുപെട്ടു. ഹരി എന്ന് വിളിക്കുന്നതിനോടൊപ്പം എൻ്റെ ശ്രീമോളെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങ് സ്വർഗത്തിൽ നിന്നൊരു പൊട്ടിച്ചിരി സിന്ധുവിനെ വന്ന് പൊതിഞ്ഞു പിടിച്ചു. ആ സ്വർഗ കവാടത്തിൽ നിന്നും ഹരിയുടെ കൈ പിടിച്ചവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടിമറയുന്ന പോൽ സിന്ധുവിൻ്റെ അധരങ്ങൾ മെല്ലെ മൊഴിഞ്ഞു. ഹരിയുടെ മാത്രം ശ്രീ, ഹരിശ്രീ.